Hi friends, Assalamu alaikum. Welcome back to our channel. ഇന്നത്തെ റെസിപ്പി മാംഗോ ഡാൽഗോണയാണ്. അതായത് ഒരു സമയത്ത് എല്ലാവർക്കും അറിയേണ്ടിയിരിക്കും ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ഒരു കോഫിയാണ് ഡാൽഗോണ കോഫി. അപ്പോൾ ഇന്ന് ഈ മാംഗോ ഡാൽഗോണ ഉണ്ടാക്കാനായിട്ട് പോണത് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ടാങ്ക് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീമിന് പകരമായിട്ട് ഫ്രഷ് ക്രീം കിട്ടുകയാണെങ്കിൽ അതായാലും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് മാംഗോ ഫ്ലേവേർഡ് ആയിട്ടുള്ള ടാങ്കാണ്. ഇതൊരു 3 ടേബിൾ സ്പൂണും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം മധുരം ആ ടാങ്കിൽ തന്നെ ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് അത്രയും മധുരം വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ടാങ്കിൻ്റെ ഫ്ലേവർ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഒരു ബീറ്ററോ അല്ലെങ്കിൽ വിസ്കോ വെച്ചിട്ട് ഈ വിപ്പിംഗ് ക്രീമും ടാങ്കും ഒക്കെ നല്ല തിക്കായിട്ട് വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതിന് വേണ്ടിയിട്ടുള്ള ക്രീം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് സെർവ് ചെയ്യേണ്ടതെന്ന് നോക്കാം. സെർവ് ചെയ്യാനായിട്ട് ഒരു ഗ്ലാസ് എടുക്കാം. അതിലേക്ക് 3-4 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് പോണത് മിൽക്കാണ്. അപ്പോൾ ഈ ഒരു മിൽക്ക് ഞാൻ ആദ്യം തന്നെ ഒന്ന് ബോയിൽ ചെയ്തെടുത്തതിന് ശേഷം നമ്മളുടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിനൊരു 1/4 ഭാഗത്തോളം ഈ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രീം ഉണ്ടല്ലോ അത് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇത് എളുപ്പത്തിനായിട്ട് നമ്മളുടെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയുള്ള പണി നമ്മളുടെ മാംഗോ ഡാൽഗോണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ടാങ്കിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഷുവറായിട്ട് ഇഷ്ടമാവുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.